ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, ഫൈൻഡിങ് സ്ക്വയർ റൂട്ട്സ് ബൈ ഡിവിഷൻ മെത്തേഡ് വെറും 5 മിനിറ്റ് കൊണ്ട് പഠിച്ചാലോ? വെറും 5 മിനിറ്റ്. നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 729 ആൻഡ് 1296. ഫസ്റ്റ് 729 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. നിങ്ങൾ ആദ്യം 729 എഴുതുക. എന്നിട്ട് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് 2 ഡിജിറ്റ് വെച്ചിട്ട് മേലെ വരട്ട് കൊടുക്കുക. 2 ഡിജിറ്റിന് വരട്ടു. ഇനി വരടാൻ 2 ഡിജിറ്റ് ഇല്ല, ഒറ്റ ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ ഒറ്റ ഡിജിറ്റിന് മാത്രം വരട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇട്ടതിന് ശേഷം ബാർ ഇട്ടതിന് ശേഷം മൊത്തത്തിൽ മറ്റേ നമ്മുടെ ഡിവിഷൻ്റെ ഈ ലൈനിലെ അത് വരയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ ബാറിലെ ആദ്യത്തെ വരേൻ്റെ അടിയിലുള്ള നമ്പർ ഏതാ നോക്കുക? 7. അതിൻ്റെ 7 ഒരു പെർഫെക്റ്റ് സ്കോർ ആണോ? അല്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്കോർ എത്രയാ? പെർഫെക്റ്റ് സ്കോർ നമ്പർ ഏതാ? 9 ഒരു പെർഫെക്റ്റ് സ്കോറാണ്. പിന്നെ ഉള്ളത് അതിൻ്റെ താഴെ 4 അല്ലേ? അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കോറാണ് 2ൻ്റെ. അപ്പോൾ 2 ഇവിടെ എഴുതുക, മേലെ എഴുതുക. 2 ഇവിടെ എഴുതുക, മേലെ എഴുതുക. കാരണം എന്താ? 2ൻ്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 4 7ൻ്റെ തൊട്ടടിയിലുള്ള തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്കോർ നമ്പർ. പിന്നുള്ളത് 3ൻ്റെ സ്കോർ, അത് 9 ആയി പോകും, അത് 7ൻ്റെ മേലെ പോകും. അപ്പോൾ 2 അത് എഴുതുക. 2 ഇവിടെ എഴുതുക. എന്നിട്ടോ 2 × 2 എത്രയാ? 4. അത് താഴെ എഴുതുക. സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടും? 7 - 4 എത്രയാ? 3. എന്നിട്ട് അടുത്ത ബാറിൻ്റെ അടിയിലുള്ള നമ്പർ മൊത്തത്തിൽ താഴോട്ടേക്ക് എടുത്ത് എഴുതുക. 329. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ നീട്ടി വരച്ചിട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇവിടെ എഴുതുക. ഈ നമ്പറില്ലേ, അതൊന്ന് ഡബിൾ 4 ഇവിടെ എഴുതുക. എന്നിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുക, ഇവിടെ ഒരു ഗ്യാപ്പ് ഇടുക. ഈ ഗ്യാപ്പിലുള്ള നമ്പർ, ഇവിടെ നമ്മളൊരു നമ്പർ എഴുതണം ഗ്യാപ്പിൽ. ഈ ഗ്യാപ്പിലുള്ള നമ്പർ ഈ ടോട്ടൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ 329 അല്ലെങ്കിൽ അതിൽ കുറവോ കിട്ടണം. ഏകദേശം എത്ര കൊടുക്കേണ്ടി വരും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഏകദേശം എത്ര കൊടുക്കേണ്ടി വരും? 329 അല്ലെങ്കിൽ അതിൻ്റെ കുറവോ കിട്ടണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7, 5, 4 കൊടുത്താലോ? 4 കൊടുത്താൽ 4 4 16 6 ബാക്കിയൊന്നും 4 4 16 17 176 ആയിട്ടുള്ളൂ. മേ ബി അതിൽ വലിയ നമ്പർ കൊടുക്കാൻ പറ്റാൽ മതി. 9 കൊടുത്താലോ? 9 കൊടുത്താൽ 49 9 × 49 അല്ലേ? ഇതേ ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 49 × 9 9 81 ബാക്കി 8 9 4 36 കിട്ടും. 44 441. അപ്പോൾ 9 കൊടുക്കാൻ പറ്റില്ല. കാരണം 441 എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലുതായിപ്പോയി, അതിലും ചെറുതാണ് കിട്ടേണ്ടത്. അപ്പോൾ 7 കൊടുത്തു നോക്കുക. 20 ഈ നമ്പർ വരണ്ടേ? 7 2 സ്ഥലത്ത് 7 എഴുതുക. 7 അപ്പോൾ 47 × 7 ചെയ്ത് നോക്കുക. 7 7 49 9 ബാക്കി 4 7 28 4 32 329. യെസ്, കറക്റ്റ് കിട്ടി. അപ്പോൾ 7 തന്നെയാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായി. ഇനി 7 × 47 എഴുതുക. എത്രയാ? 329. അത് താഴെ എഴുതുക. സബ്ട്രാക്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി? 0 കിട്ടി. സോ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 27. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. 27 × 27 7 49 9 ബാക്കി 4 2 7 14 14 28 4 32 2 ബാക്കി 3 2 2 4 3 7 729 കറക്റ്റ് കിട്ടും. ഇത് സിംഗിൾ സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷനാണ്. ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സിംഗിൾ സ്റ്റെപ്പ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ 729 റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചേ. ഇനി അടുത്തത് 1296 1296 റൂട്ട് ഓഫ് 1296 അല്ലേ? ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് 2 ഡിജിറ്റ് വെച്ച് ബാർ ഇട്ട് 2 ഡിജിറ്റ് ഇട്ടു. അടുത്ത 2 ഡിജിറ്റും ബാർ ഇട്ടു. ഇനി ആദ്യത്തെ ബാറിൻ്റെ അടിയിലെ നമ്പർ എത്രയാ? 12 ഒരു പെർഫെക്റ്റ് സ്കോർ അല്ല. അതിൻ്റെ തൊട്ട് താഴെ പെർഫെക്റ്റ് സ്കോർ എത്രയാണ്? 9 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്കോർ 3ൻ്റെ അല്ലേ? അതിനേക്കാളും വലിയ നമ്പർ 4ൻ്റെ സ്കോർ 16. അത് 12നേക്കാളും മേലെ പോയി പറ്റില്ല. അപ്പോൾ 3 തന്നെ. അപ്പോൾ മേലെയും 3 എഴുതുക. 3 × 3 എത്രയാ? 9 താഴെ എഴുതുക. സബ്ട്രാക്ട് ചെയ്യുക. 12 - 9 3. ഇനി അടുത്ത ബാറിൻ്റെ അടിയിലെ നമ്പർ താഴോട്ടേക്ക് എഴുതി. 96 താഴോട്ടേക്ക് എഴുതി. 396 വന്നു. ഇനി എന്ത് ചെയ്യുക? മേലുള്ള നമ്പറിനെ ഡബിൾ ചെയ്യുക. 3നെ ഡബിൾ ചെയ്താൽ 6. ഇവിടെ ഒരു ബാർ ഇടുക, ഇവിടെ ഒരു സ്പേസ് ഇടുക. ബാറല്ല, ഒരു ഡാഷ് ഇടുക. ആ ഡാഷ് നമ്മൾ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്താൽ ഇതേ ഇൻറ്റു ടോട്ടൽ നമ്പർ, ഇവിടെ ഫില്ല് ചെയ്യുന്ന ഇവിടെ എഴുതുന്ന നമ്പർ ഇൻറ്റു ഈ ടോട്ടൽ നമ്പർ ചെയ്താൽ 396 അല്ലെങ്കിൽ അതിനെ തൊട്ട് താഴെ നമ്പറോ കിട്ടണം. നമുക്ക് വേണമെങ്കിൽ ഒരു 6 കൊടുത്ത് നോക്കാം. 6 കൊടുക്കുന്ന സമയത്ത് 6 × 66 എന്നാണ് വരിക. അത് എത്രയാണ് വരിക? 66 × 6 6 36 6 ബാക്കി 3 6 36 3 39 396 കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 6 തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 6 × 66 396 റിമൈൻഡർ 0 കിട്ടി. സോ 36 നമുക്ക് ആൻസർ കിട്ടിയത്. 36ൻ്റെ സ്കോർ മക്കൾ എടുത്ത് നോക്ക്. 6 36 6 ബാക്കി 3 3 പാണ്ടും 19 20 36 3 39 ബാക്കി 3 3 9 3 1296 1296 കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട്. സോ എല്ലാ മക്കൾക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഇത് മാത്രം, ഈ ഒരു രീതി മാത്രം മക്കൾ പഠിച്ചാൽ മതി. കുറേ സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനൊന്നും ആവശ്യമില്ല. സാറ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം ആലോചിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.